ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, ഇന്ന് നമ്മൾ BMW M3 കൊണ്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. അതായത് 1997 ആണ് ഗൈസ്. ഈ ഒരു വണ്ടി എല്ലാവർക്കും പരിചയമുള്ളൊരു വണ്ടി തന്നെ ആയിരിക്കും ഗൈസ്. ഇത് മോസ്റ്റ് വാണ്ടഡ് ഗെയിമിനകത്ത് പോപ്പുലറായിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ്. ഇത് എല്ലാവർക്കും അറിയാവുന്നൊരു വണ്ടി തന്നെയാണ്. ആ ഒരു ഗെയിമിൽ പ്രത്യേകിച്ച് 90s കിഡ്സിനൊക്കെ ഗൈസ് അത്രയ്ക്ക് ഫേമസ് ആയിട്ടുള്ള ഗെയിമാണ്. ഫേമസ് ആയിട്ടുള്ള ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് പണ്ട് എല്ലാവരുടെയും മനസ്സിൽ ഇടം പിടിച്ച ഒരു ഗെയിം തന്നെയാണ്. അതിലേറ്റവും മെയിൻ ഹൈലൈറ്റ് വണ്ടി ഇത് തന്നെയായിരുന്നു ഗൈസ്. എന്തായാലും കൊള്ളാം ഗൈസ്. ഇതുകൊണ്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത് ഗൈസ്. അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഇങ്ങനത്തെ വെറൈറ്റി ഗെയിംസും വെറൈറ്റി വണ്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതിന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഗൈസ്. നമുക്ക് ഇനി നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം ഗൈസ്. ഇതിൻ്റെ ടോപ്പ് സ്പീഡ് എത്രയാണെന്ന് നമുക്ക് അറിയണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഫുൾ വീഡിയോ എന്തായാലും പോയി കണ്ടു നോക്കുക ഗൈസ്. ആർക്കെങ്കിലും ഈ ഗെയിം ഉണ്ടെങ്കിൽ നമുക്ക് മൾട്ടിപ്ലെയർ കളിക്കാൻ പറ്റുമെന്നാണ് ഗൈസ് തോന്നുന്നത്. എന്തായാലും പറയുക, നമുക്ക് നേരെ ട്രാക്കിലേക്ക് പോകാം ഗൈസ്. ഏകദേശം 9.8 കിലോമീറ്ററോടുണ്ട് ഗൈസ്. വണ്ടിയുടെ ലുക്ക് നല്ല ലുക്കാണ് കേട്ടോ ഗൈസ്. നമ്മൾ വെളിയിലോട്ടൊക്കെ വണ്ടി ഇത് പണിതിട്ടുണ്ട്. അതായത് ഗൈസ് എന്താ പറയുക, നമ്മൾ ഈ ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ ഗൈസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഗൈസ് നമ്മൾ വണ്ടിയുടെ അതുകൊണ്ട് പവറും കുറയും ഗൈസ്. ഏകദേശം ഹാൻഡിലിങ്ങിൻ്റെ ഒരു കൺട്രോളും നമുക്ക് കുറയുന്നതായിരിക്കും ഗൈസ്. പിന്നെ എന്താ പറയുക, പവർ തീരെ ഇല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൈസ് പവർ തീരെ ഇല്ലാഴികയൊന്നുമില്ല. പവറൊക്കെ ഉണ്ട് ഗൈസ്, അത്യാവശ്യം പവറേ ഉള്ളൂ. നമ്മൾ ലംബോർഗിനിയിലൊക്കെ അടിക്കുന്ന പോലെ ഒന്നും ഗൈസ് ഇതിലടിക്കാൻ പറ്റില്ല ഗൈസ്. ഞാൻ ഈ പണിത് വെച്ചിട്ട് ഗൈസ് എനിക്കിത് പറ്റൂല. നമ്മൾ ട്യൂണിങ് ചെയ്തിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമ്മൾ അത്യാവശ്യം കാര്യങ്ങൾ ട്യൂൺ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇതും സ്വന്തമായിട്ടുള്ള ട്യൂണിങ്ങും കാര്യങ്ങളുമാണ് ഗൈസ്. അതെന്തായാലും പോക്കാവും. കാരണം ഗൈസ് എനിക്കിത് അത്ര ട്യൂണിങ്ങും ഗംഭീരമാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഗൈസ്. കാരണം അതിൽ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. എന്തായാലും ട്യൂണിങ് ഒന്നും പോരാന്നാണ് ഗൈസ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. നമുക്ക് എന്തായാലും നോക്കാം ഗൈസ്. ഇങ്ങനെയൊക്കെയല്ലേ ഓരോരോ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത് ഗൈസ്. നമ്മൾ വണ്ടി നിറച്ച് ചള്ളയായിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇതുവഴിയാണ് പോകേണ്ടത്, പക്ഷെ നമുക്ക് ഈ സൈഡിൽ കൂടെ പോകാം ഗൈസ്. ഇതുവഴി പോവാം. എനിക്കിവിടെ വെള്ളം കിടക്കുന്നുണ്ട് ഗൈസ്. ഇനി ഇതിനകത്തൂടെയൊക്കെ കയറിപ്പോയാലേ കാര്യമുള്ളൂ ഗൈസ്. നമ്മൾ ഈ ഒരു റൂട്ടിൽ കൂടെ ഒത്തിരി പവറും കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല ഗൈസ്. നമ്മുടെ വണ്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനവും ഗൈസ്. ഗൈസ് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ വണ്ടി പോകുന്നത്. ഒത്തിരി പവറും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലേ, ഇങ്ങനെയൊക്കെ പോവും ഗൈസ്. എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ ഗൈസ്. നമ്മൾ വണ്ടിക്ക് സ്ലോ ആവുന്ന പോലൊരു തോന്നൽ ഗൈസ്. അത് തോന്നുന്നതായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നമുക്ക് പോകാം ഗൈസ്. നമ്മൾ ഈ ഒരു റൂട്ടൊന്നും മാപ്പിലൊന്നും പറയുന്നൊന്നുമില്ല. ഇത് നമ്മൾ സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കുന്ന ഒരു റൂട്ട് തന്നെയാണ് ഗൈസ്. ഈ റൂട്ടൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ആ റൂട്ടൊന്നും പറയില്ല ഗൈസ്. ആ റൂട്ടൊന്നും ഒരു ഷോർട്ട് കട്ടൊന്നും പറഞ്ഞു തരത്തില്ല ഗൈസ്. ഈ ഷോർട്ട് കട്ടും അല്ല, നമ്മൾ കുറച്ച് ആ വെള്ളം കയറിയപ്പം നമുക്കെന്ത് കുറച്ച് ലെങ്ത് കൂടും. അതാണ് ഗൈസ് നമ്മുടെ ഒരു എന്താ പറയുക ഗൈസ്. അതിലൊന്നും പറയാനില്ല. നമുക്ക് നേരെ അങ്ങോട്ട് പോവാം ഗൈസ്. നമ്മുടെ ഈ ഒരു BMW കൊണ്ട് ഇത്രയും ഇതായിട്ട് പണിത് എത്ര ഹൈറ്റൂടെ കുറച്ചിട്ട് ഈ ഒരു ഓഫ് റോഡിങ് വഴി കൂടെ തന്നെ ഗൈസ്. ഗൈസ് ഒരു പീസ് ഒട്ടിഞ്ഞ് തെറിച്ചു പോയതുണ്ടോ ഇതുകൊണ്ട് ദേണ്ട് ഗൈസ്. അത് തന്നെ ഒരിടി ഗൈസ്. മരത്തിലും ചെന്ന് ഇടിച്ച് കൺട്രോളും തെറ്റിപ്പോയി. നമ്മൾ ആ ഒരു പീസ് തെറിച്ചു പോയതുണ്ടോ ഗൈസ്. എന്താ പറയുന്നത്, പക്ഷെ നല്ല പോക്കായിരുന്നു കേട്ടോ. കൊള്ളായിരുന്നു സാധനം ഗൈസ്. എന്തായാലും നമ്മൾ റോഡിലെത്തിയിട്ടുണ്ട്. വണ്ടിയൊക്കെ നോക്കാം, ഓൾ ക്ലിയർ ആണ് ഗൈസ്. നേരെ അങ്ങോട്ട് പോട്ടെ ഗൈസ്. ഇനി 8.6 കിലോമീറ്ററുകളുണ്ട്. ഇതൊക്കെ ഇനി എന്ന് ഓടി തീർക്കും ഗൈസ്. അതാണ് പ്രശ്നം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് നമ്മുടെ കൺട്രോൾ ഭയങ്കര രീതിയിലുള്ള കുറവാണ്. വണ്ടി തിരിഞ്ഞൊന്നും വരത്തില്ല ഗൈസ്. വണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തിരിഞ്ഞൊന്നും വരില്ല. നല്ല പാടാണ് ഗൈസ്, നല്ല പാടാണ്. നമ്മൾ കാണുമ്പോൾ നല്ല ലുക്കുണ്ട്, പക്ഷെ നമ്മൾ ഈ സൈഡിലോട്ട് ഇങ്ങനെ ബൾജ് ചെയ്തിരിക്കുന്ന സാധനമില്ല ഗൈസ്. അത് കയറ്റിക്കഴിഞ്ഞാൽ പിന്നെ വണ്ടിയുടെ കൺട്രോൾ നല്ല രീതിയിൽ കുറയും. നമുക്ക് പിന്നെ ഒട്ടും കൺട്രോളൊന്നും കിട്ടില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അങ്ങനെയൊന്നും വണ്ടി തിരിയത്തുമില്ല ഗൈസ്. അതൊക്കെയാണ് പ്രശ്നമെന്ന് പറയാൻ. എന്ത് ചെയ്യാനാന്ന് പറ ഗൈസ്. എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് പോവാം ഗൈസ്. ഇനി 6.4 കിലോമീറ്റർ കൂടെ ഉണ്ട് ഗൈസ്. ഞാൻ വിചാരിച്ചു ഇനി അതും പോവായിരിക്കുമെന്ന്. നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഉള്ളതുകൊണ്ട് സീനൊന്നും ഇല്ലായിരുന്നു ഗൈസ്. ഇവിടെ ഹാൻഡ് ബ്രേക്കൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ
എന്തായാലും ആ മതിലിടിച്ചുകൊണ്ട് പോകും ഗൈസ്, ഉറപ്പായിട്ടും ആ മതിലിടിച്ചുകൊണ്ട് പോകും. കാരണം എനിക്കറിയാം, ഞാൻ കുറേ തവണ നോക്കിയതാണ് ഗൈസ്, അങ്ങനത്തെ കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. എന്തായാലും കൊള്ളാം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഏതായാലും വണ്ടിയാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നമ്മൾ മാക്സിമം അത് കൊണ്ടുവരാൻ നോക്കുന്നതായിരിക്കും ഗൈസ്. അടുത്തൊരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് പോർഷെ ഗൈസ്. ഈ ഒരു വണ്ടി കഴിഞ്ഞിട്ട് നമ്മൾ കൊണ്ടുവരാനിരിക്കുന്ന സാധനം പോർഷെയാണ്. അത് കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊരു പണിത് ഗൈസ്, എന്താ പറയുക, നമ്മൾ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളെല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടേ ഗൈസ് വണ്ടി കൊണ്ടുവരത്തുള്ളൂ. പിന്നെ എനിക്കൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, വണ്ടി നമ്മൾ ട്യൂൺ ചെയ്യണമെന്ന് ഒരിതുണ്ട്. നമ്മൾ ട്യൂൺ ചെയ്യണം, അത് എന്തായാലും വേണം ഗൈസ്. ട്യൂൺ ചെയ്തതിൻ്റെ പവർ എനിക്ക് മനസ്സിലായത് എന്തെന്നറിയാം ഗൈസ്. ഈ വണ്ടി ഒന്നുമല്ല ഗൈസ്, എനിക്ക് ട്യൂൺ ചെയ്തപ്പോൾ ഏറ്റവും പവറായിട്ട് തോന്നിയത് സൂപ്പർ തന്നെയാണ്. ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് ഗൈസ്. ഒരു രക്ഷയില്ലാത്ത ട്യൂണിങ് ആയിരുന്നു അത്, എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അതൊരുത്തൻ്റെ ചാനലിൽ കയറി നോക്കി അവൻ ട്യൂൺ ചെയ്തത് നോക്കിയിട്ട് ചെയ്തതാണ്. പക്ഷേ ഞാൻ വിചാരിച്ച പോലെയല്ല ഗൈസ്, അത്യാവശ്യം നല്ല കൺട്രോളും ഉണ്ടായിരുന്നു. നമ്മൾ വണ്ടി നല്ല രീതിയിൽ കയറി ചെല്ലുന്നുണ്ട് ഗൈസ്. എടുത്തെടുത്ത് വണ്ടി വെക്കും, നമ്മളൊന്ന് കൈ ഇങ്ങനെ ജസ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ ഇല്ല, വണ്ടി നല്ല രീതിയിൽ എടുത്തെടുത്ത് വണ്ടി വെക്കുമായിരുന്നു ഗൈസ്. അത്രയും രീതിയിലെ സാധനമായിരുന്നു. എന്തായാലും അതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. പക്ഷേ ആ ഒരു സംഭവം ഈ ഒരു ഇതിൽ വരുന്നില്ല, അതാണ് പ്രശ്നം. എന്തായാലും അതൊന്നും പറഞ്ഞ കാര്യമില്ല. നമുക്കിപ്പോൾ ഈ ഒരു വണ്ടിയാണ് ഗൈസ്. ഇനി പോർഷെയാണ് ഗൈസ്. ട്യൂൺ ചെയ്യുന്ന ഒരു കാര്യം ഓർക്കുമ്പോഴാണ് പ്രശ്നം ഗൈസ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല ചിലരുടെയൊക്കെ ട്യൂണിങ് നല്ല നമ്മൾ പണിത് വന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ ഗൈസ്. എന്ത് പറയാം, നമുക്ക് ഈ ട്യൂണിങ് ഉണ്ടല്ലോ, ഈ ഒരു സംഭവം ഓരോരുത്തർക്കും ഓരോ ഇതായിരിക്കും. ചിലർക്കൊക്കെ 2.0, എൻ്റെ മിക്കവാറും 2.0 അങ്ങനത്തെ സംഭവങ്ങളാണ്. ചിലർക്കൊക്കെ 25 അങ്ങനത്തെ ഇതൊക്കെയാണ് ഗൈസ്. 25 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും എൻ്റെ അതിനകത്ത്. അവൻ്റെയൊക്കെ 25 എന്ന് പറഞ്ഞ് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് ഗൈസ്. എന്തായാലും ഇവിടോട്ടിടാം ഗൈസ്. നമ്മുടെ ഇത് ചൂടായിട്ടുണ്ട് കേട്ടോ, ബ്രേക്ക് പാഡും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട്. വണ്ടി നല്ല തിളച്ച് വെച്ചേക്കുവാണ്, വീലും കാര്യങ്ങളൊക്കെ. പക്ഷേ ഗൈസ് സൈലൻസറൊക്കെ സെറ്റാകട്ടോ, എക്സോസ്റ്റൊക്കെ സീനാണ്. നമ്മൾ എന്താ ഒരു വണ്ടി പുറകെ കിടപ്പുണ്ട്, നമ്മൾ ഈ ഷോ ആണെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അവൻ തന്നെ വിചാരിക്കും എന്താ കഷ്ടമായത്, വേറെയൊക്കെ പറയത്തുള്ളവൻ. ഓക്കെ, നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം ഗൈസ്. സെക്കൻഡ് ഗൈസ്, തേർഡായിട്ടുണ്ട്. ഫോർത്ത് ഗൈസ് 250 ഗൈസ്. 250 കഴിയും കേട്ടോ. 200 ഗൈസ് 300 വരെ സ്മൂത്തായിട്ട് കയറി കേട്ടോ. സ്മൂത്തായിട്ട് 300 വരെ കയറി. 300 കഴിഞ്ഞ പിന്നാണ് ഒരു പ്രശ്നം അല്ലേ. 300 കഴിഞ്ഞിട്ടും ചെറിയ വലിയ സീനൊന്നുമില്ല ഗൈസ്. എന്നാലും നമ്മൾ അത്യാവശ്യം കയറാനുള്ളതുണ്ട്. 300 കഴിഞ്ഞിട്ട് ഗൈസ് 358 ഗൈസ് 360 അടിച്ചിട്ടുണ്ട്. 63, 4, 5 ഗൈസ് 65 വരെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് സ്ലോ ആയി ഗൈസ്. ഇത് ഫുള്ള് സ്ലോ ആയി ഗൈസ്. അപ്പുറത്തെ ട്രാക്കിൽ കയറി ഗൈസ്. ഇനിയും വണ്ടി പിടിച്ച് കയറത്തില്ല ഉറപ്പായിട്ടും. ഇനി എന്തായാലും നമ്മുടെ വണ്ടി ഡൗൺ ആയിരിക്കും. ഇനി നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഏകദേശം നമ്മൾ റിംഗ് റോഡിൽ വരും ഗൈസ്, ഉറപ്പായിട്ടും വരും ഗൈസ്. നോക്ക് 300 അല്ല ഗൈസ്. ആക്സിലറേഷൻ നല്ല രീതിയിൽ വേണം. ആക്സിലറേഷനും അതിനനുസരിച്ചുള്ള പവർ എല്ലാം 10/10 ഉണ്ടെങ്കിലേ നമുക്ക് നല്ല രീതിയിൽ പിന്നെയും കയറത്തുള്ളൂ. ഏകദേശം 400 വരെ ഗൈസ് 400 വരെ അടിക്കാൻ പറ്റത്തുള്ളൂ ഗൈസ്. ഞാൻ വിചാരിച്ച ആ തൂണിൽ പോയി വണ്ടി ഇടിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. കൺട്രോൾ ചെയ്യാൻ നല്ല പാടുണ്ട് ഗൈസ്. എന്തായാലും കൊള്ളാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. എന്തായാലും നിങ്ങൾ ഇതിൽ ഫ്രണ്ട്സൊക്കെ കളിക്കുന്നുണ്ട് ഗൈസ്, നിങ്ങൾ പറയുക. നമ്മൾ മാക്സിമം ഒന്നിച്ച് കളിക്കാൻ നോക്കുന്നതായിരിക്കും. പിന്നെ ഗൈസ് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഏതെങ്കിലും വണ്ടിയാണ് പറയുക. ഒരാൾ പറഞ്ഞിട്ടുണ്ട് പോർഷെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. അതെന്തായാലും നമ്മൾ കൊണ്ടുവരും. അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോ ഉറപ്പാണ് പോർഷെയാണ്. കാരണം ഈ ഒരു വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചാണ് ഈ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ ഇരുന്നതാണ് ഗൈസ്. ഈ ഒരു വണ്ടി ഇത്ര നമ്മൾ പണിതിട്ട് കുറേ ദിവസമായി, അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇതിട്ടെ. എന്തായാലും ഓക്കെ, ബൈ.